ഒരിക്കൽ ഡാഗിനി അമ്മൂമ്മ ചുറ്റി നടക്കുമ്പോൾ എന്തോന്നാ അവിടെ? ഹായ്, നല്ല പാൽപ്പായസം. ഈ മാന്ത്രിക തവി കൊണ്ട് പണിയുണ്ട്. ഒരു തവി പായസം എടുത്തോട്ടെ മക്കളെ. ആ, എടുത്തിട്ട് വേഗം പോ. കുറച്ച് സമയം കഴിഞ്ഞ് അയ്യോ, പായസം മുഴുവൻ പോയേ. എന്താ, എന്തു പറ്റി? ഒരു തള്ള വന്ന ഒരു തവി പായസം എടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഇതിനകത്തെ പായസം മുഴുവൻ കാണാതായി. അപ്പോൾ അതിലൂടെ രാജുവും രാധയും പോകുന്നുണ്ടായിരുന്നു. അവർ അത് കേട്ടു. രാജു, ഇത് ഡാഗിനി അമ്മൂമ്മയുടെ വിദ്യയാവും. അതെ, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹ്രീം. ഹായ് കൂട്ടുകാരെ. മായാവി കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം, അങ്ങനെ ഒരു മാന്ത്രിക തവിയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അയ്യോ, ഇനി നമ്മൾ എന്തു ചെയ്യും? വാ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കുട്ടൂസൻ്റെ വീട്ടിൽ, കുട്ടൂസ, ആ കുട്ടകം ഇങ്ങെടുത്തോ, പാൽപ്പായസം എത്തിപ്പോയി. എവിടെ? ഹി ഇതാ നോക്ക്. ഉടനടി. എൻ്റെ അമ്മോ, എന്തൊരു വിദ്യ! ഇതാണ് ഓസൻ തവി. ഒരു തവി കോരിയാൽ മുഴുവനും കൂടെ പോരും. ഹി കലക്കി. ഓസൻ തവി കലക്കി. ഇനി പായസം കുടിച്ചിട്ട് ബാക്കി കാര്യം. ഉഗ്രം പായസം. ഹോ, വയറ് പൊട്ടാറായി. ഇനി ഒന്ന് മയങ്ങാം. നമുക്ക് അകത്ത് കയറി തവിയെടുത്താലോ? വേണ്ട രാജു, ചിലപ്പോൾ അത് അപകടമാവും. അതാ ലുട്ടാപ്പി വരുന്നു. നമുക്ക് ലുട്ടാപ്പിയെ പറ്റിക്കാം. കൊള്ളാം. ഉടനെ, അറിഞ്ഞോ, ഡാഗിനി അമ്മൂമ്മ എൻ്റെ മാന്ത്രിക തവി തട്ടിയെടുത്തു. അയ്യോ, പുഴവെള്ളം പായസമാവുന്ന തവിയായിരുന്നു. ഇനി എന്തു ചെയ്യും? ലുട്ടാപ്പി വേഗം കുട്ടൂസൻ്റെ അടുത്തെത്തി. പായസം മുഴുവൻ കുടിച്ചിട്ട് ദാ കിടക്കുന്നു. അമ്പടാ, മാന്ത്രിക തവി കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യം. ഈ പുഴയിലെ വെള്ളം മതി. അല്പം കഴിഞ്ഞ്. വേഗം എണീക്കുക, ഇതാ പായസം വരുന്നു. ഇതെന്തോന്നാടാ ഇത്? പുഴവെള്ളം. ചതിച്ചോ? അടുത്ത നിമിഷം, അഹഹഹാ, പുഴപ്പായസം. ഒരു ദിവസം ടൗണിനടുത്ത്. അത് മായാവിയല്ലേ അത്? എന്നെ പറ്റിക്കാൻ വേഷം മാറി നടക്കുക. അവനെ പിടിക്കണം. ഈ വണ്ടിയിൽ പിന്തുടരാം. എന്നെ കൂടെ ടൗണിലേക്ക് കൊണ്ടുപോ. ഇല്ലേ തന്നെ ഞാൻ തവളയാക്കും. അയ്യോ, കേറിക്കോ. വേഗം വേഗം. അവൻ ടൗണിലേക്കാ പോയത്. ഫുൾ സ്പീഡാണേ. വൈകാതെ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഹാവൂ. നില്ലടാ അവിടെ. എൻ്റെ അമ്മോ, അവൻ രക്ഷപ്പെട്ടു. പെട്ടെന്ന്, എടാ കേമാ, ഇവനെ ഞാൻ. നാശം പിടിച്ചവൻ. ഇതെന്ത് കഥ? എൻ്റെ അമ്മോ. ഹാവൂ, മടുത്തു. ഇതെന്താ? എല്ലാം മായാവി. അയ്യോ, ഇവിടെ ഒരു തടിയ മായാവി. വഴിയുടെ മറുവശത്ത് 2 മായാവി. പെട്ടെന്ന് വിക്രമനും മുത്തുവും അവിടെ എത്തി. അമ്മുമ്മേ, ഞങ്ങളുടെ പുതിയ സൂത്രം കണ്ടോ? അതെന്തോന്നാടോ? ഞങ്ങൾ മായാവി മുഖംമൂടി ഉണ്ടാക്കി കുറേ പിള്ളേർക്ക് വെറുതെ കൊടുത്തു. ഇനി ലുട്ടാപ്പി ഇതും വെച്ച് ചെന്നാലും രാജുവും രാധയും സംശയിക്കില്ല. ഹി എങ്ങനെയുണ്ട് സൂത്രം? അപ്പം ഇതിനൊക്കെ പിന്നെ നിങ്ങളായിരുന്നല്ലേ? നിന്നെയൊക്കെ ഞാൻ. ഓടിക്കൂടാ മുത്തു, ഡാഗിനമ്മയ്ക്ക് വട്ടിളകി. ഒരു ദിവസം രാജുവും രാധയും മായാവിയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഡാഗിനി അമ്മൂമ്മ അവിടെ എത്തി. മായാവി, അടുത്ത ഞായറാഴ്ച എൻ്റെ പിറന്നാളാ. എങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കുന്നതിനിടയിൽ നിന്നെ ഞാൻ പിടികൂടുമടാ, ഡാഗിനി അമ്മൂമ്മ മനസ്സിൽ പറഞ്ഞു. പിറന്നാളിന് ഞാനൊരു സമ്മാനം തരും. എന്താണെന്ന് ചോദിക്കല്ലേ. ഇപ്പോഴേ പറഞ്ഞാൽ രസം പോകില്ലേ. മായാവിയുടെ സമ്മാനമല്ലേ, മോശമാകില്ല. അഹഹാ, അതൊക്കെ കിട്ടുമ്പോൾ കാണാം. എങ്കിൽ ശരി, അടുത്ത ഞായറാഴ്ച കാണാം. ഇത് ഉടനെ കുട്ടൂസനെ വിവരമറിയിക്കണം, ഡാഗിനി അമ്മൂമ്മ മനസ്സിൽ കരുതി. ഡാഗിനി അമ്മൂമ്മ ഓടി കുട്ടൂസൻ്റെ അടുത്തെത്തി. ഹായ് കുട്ടൂസ, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞെന്ന് തോന്നുന്നു. അതെന്താ, മായാവിനെ കിട്ടിയോ? ഇല്ലില്ല, ഞായറാഴ്ച രാധയുടെ പിറന്നാളാ. മായാവി ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കും. അയ്യോ, അത് നമ്മളെ ഉപദ്രവിക്കാനുള്ള വല്ല കുതന്ത്രവുമായിരിക്കും. പണിയുണ്ട്. നമുക്ക് ആദ്യം ഒരു സമ്മാനം കൊടുക്കാം. അവരത് വാങ്ങുമോ? അവരെ തകർക്കാനുള്ള ഒരു സമ്മാനം നമ്മൾ കൊടുക്കും.
പക്ഷേ മായാവിയുടെ സമ്മാനമാണെന്നേ അവർ കരുതൂ. അഹഹഹാ. എന്ത് സമ്മാനമാ കുട്ടൂസ? മാന്ത്രിക കസേര. എടാ ലുട്ടാപ്പി, നീ നിലവറയിൽ നിന്ന് ആ മാന്ത്രിക കസേര കൊണ്ടുവന്നേ. ശരി. ഒരു മന്ത്രവാദിയിൽ നിന്നും തട്ടിയെടുത്ത കസേരയായത്. എന്താ ഇതിൻ്റെ സൂത്രം? പറക്കുന്ന ഈ കസേര താഴെ നിന്ന് തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യാം. ഉഗ്രൻ. അത് കിട്ടുമ്പോഴേക്കും ആ പിള്ളേർ അതിനകത്ത് ചാടിക്കയറും, പിന്നെ പറയണ്ടല്ലോ. ഹി ഹി ഹി. ഇതാ കസേര. ഇങ്ങേ ഒരു ചെറിയ കസേരയും ഉണ്ടല്ലോ. ഇതാണ് വിദ്യ. ഈ ചെറിയ കസേര കയ്യിലെടുത്ത് മറിക്കുമ്പോൾ വലിയ കസേരയും മറിയും. നോക്കിക്കോ. പറ പറ ഹിം. ഹി 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 ഹി. അഹഹഹ. മറി മറി ഹിം. അടുത്ത ഞായറാഴ്ച കുട്ടൂസനും ഡാഗിനിയും രാജുവിൻ്റെയും രാധയുടെയും വീടിനടുത്തെത്തി. ദാ ഇവിടെ വെക്കാം. അവരിപ്പോൾ വരും. നമുക്ക് ഒളിച്ചിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജുവും രാധയും അവിടെ എത്തി. രാധേ, ഇതാണോ മായാവിയുടെ സമ്മാനം? ഹായ്, പറക്കുന്ന കസേര കോളടിച്ചു. ഇതിൽ കയറി ഇരുന്ന പറപറ എന്ന് പറഞ്ഞാൽ മതിയത്രേ. കുട്ടൂസ, അവർ പറക്കാൻ തുടങ്ങുന്നു. പറന്നു പൊങ്ങട്ടെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഹഹഹ. ഹായ്, നല്ല രസം. മായാവിയുടെ സമ്മാനം കൊള്ളാമല്ലോ. അപ്പോഴാണ് മായാവി ആ വഴി വന്നത്. പറക്കുന്ന കസേരയോ? ഇതെവിടെ നിന്ന് കിട്ടി? തട്ടിക്കോ കുട്ടൂസ. വരട്ടെ, മുതലപ്പുഴയുടെ മുകളിലെത്തട്ടെ. ആ സമയം രാജുവും രാധയും, ആഹാഹാ, എന്ത് രസമല്ലേ. പുഴയുടെ മുകളിലെത്തുമ്പോൾ ഈ കസേര മറിക്കും. അഹഹഹ. അതോടെ പിള്ളേർ മുതലയുടെ വായിൽ. ഹി 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 ഹി. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാണോ പരിപാടി? വഴിയുണ്ടാക്കാം. മായാവി പറന്ന് ചെന്ന് കുട്ടൂസൻ്റെ കയ്യിലെ ചെറിയ കസേര തട്ടിയെടുത്തുകൊണ്ടോടി. അയ്യോ, പറ്റിച്ചു. ഞേ മായാവി. രാജു, രാധേ. ഹായ് മായാവി, ഉഗ്രൻ സമ്മാനം. ആഹാ. ഇത് എൻ്റെ സമ്മാനമല്ല, ഇത് ഡാഗിനിയുടെ സൂത്രമാ. കസേര മറിച്ച് നിങ്ങളെ വീഴ്ത്താനുള്ള സൂത്രം. അയ്യോ, നിങ്ങൾ പേടിക്കണ്ട. ഈ ചെറിയ കസേര തലതിരിച്ചാൽ നിങ്ങളും കസേരയും അറിയും. ദാ ഇത് പിടിച്ചോളൂ. ചരിയാതെ സൂക്ഷിക്കണം. ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക കാന്തമാ കൊണ്ടുവന്നത്. ഇത് കാട്ടി ആരെ വിളിച്ചാലും അവർ പറന്നെത്തും. ആഹാഹാ. എന്നാൽ നമുക്ക് ഇതുകൊണ്ട് കുട്ടൂസിനെയും ഡാഗിനെയും പിടിച്ചാലോ? ആഹാഹാ. അതിനു മുമ്പ് എൻ്റെ തോളിൽ കയറിക്കോളൂ. കുറച്ച് സമയത്തിന് ശേഷം, കുട്ടൂസ, ഡാഗിനി, കുട്ടൂസ. അയ്യോ, ദാ ഈ കസേരയിൽ ചാടി പിടിച്ചോ ഡാഗിനി. പക്ഷേ ഇനി എങ്ങനെ താഴെ ഇറങ്ങും? മായാവി, അവർ മുതലപ്പുഴയുടെ മുകളിലെത്തുമ്പോൾ കസേര മറിക്കട്ടെ. ആഹാഹാ. ശരി. അയ്യോ അമ്മേ, അയ്യോ, ഞങ്ങളെ മുതല പിടിച്ചേ, രക്ഷിക്കണേ.